ഇന്ന് നമ്മൾ കേട്ട സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ, വിവിധമായ പ്രതിസന്ധികളെ എങ്ങനെ കാണണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇപ്പൊ ജിത്തിനും ഞാൻ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ശിക്ഷകൾ മനുഷ്യർ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവർ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വീണ്ടും വീണ്ടും ഇസ്രായേൽ മക്കൾ ശിക്ഷിക്കപ്പെടുകയും വീണ്ടും വീണ്ടും അവർ നന്നാവുകയും വീണ്ടും വീണ്ടും അവർ നിലവിളിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. സങ്കീർത്തനം വായിക്കുമ്പോൾ പല സ്ഥലത്തും ചിലപ്പോഴൊക്കെ ദൈവം അകാരണമായി ശിക്ഷിച്ചു എന്നൊരു തോന്നൽ പലപ്പോഴും ജനങ്ങൾക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇയ്യോബിന്റെ കാര്യത്തിൽ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അകാരണമായി ദൈവം ശിക്ഷിച്ചു എന്നൊരു തോന്നലായിരുന്നു ഇയ്യോബിനും ഉണ്ടായിരുന്നത്. അപ്പൊ ദൈവം നമ്മളെ പലവിധമായ അവസ്ഥകളിലൂടെ കടത്തിവിടുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണ്? ഇപ്പൊ പല ആളുകൾക്കും ജീവിതത്തിൽ ഒത്തിരി നേടണം എന്ന് ആഗ്രഹമുള്ളവരാണ്, അല്ലെ? ജീവിതത്തിൽ നേടണം, ജയിക്കണം, സമ്പാദിക്കണം, സെറ്റിൽ ആവണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ളവരാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ തോൽപ്പിച്ചു കളയും. നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര നമ്മൾ എത്തുവാൻ പറ്റാത്ത രീതിയിൽ ഈ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ തോൽപ്പിച്ചു കളയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര വിഷമവും വേദനയും സിമ്പതിയും. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ കാരണമല്ല. എന്ത് കാരണം ഞാൻ ഇങ്ങനെ ആയിപ്പോയത്? ഞാൻ കാരണമല്ല, ഞാൻ ഒത്തിരി നല്ലപോലെയൊക്കെ ചെയ്തതാണ്. പക്ഷെ സാഹചര്യങ്ങൾ കാരണം, എന്റെ സർക്കംസ്റ്റാൻസസ് മോശമായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ മോശമായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചൊന്നും നേരെയുള്ളൊരു നല്ല ജീവിതമല്ലാത്തത് കൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടതയിലൂടെ കടന്നുപോയി എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കരമായ സിമ്പതി തോന്നാം. അയ്യോ, ഞാൻ എത്ര പാവമാണ്, ഇത്രയും കഷ്ടം അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ അകാരണമായി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ബൈബിൾ പല സ്ഥലത്തും ഈ പഴയ നിയമത്തില് ഈ സെൽഫ് പിറ്റിയുടെ, അതായത് സ്വയമായ പിറ്റിയുടെ ഭയങ്കരമായ നിലവിളി സങ്കീർത്തനത്തിലൊക്കെ കാണാം. ഞാൻ ശിക്ഷിക്കപ്പെടുന്നതിനകത്ത് ഞാൻ ഒരു കാരണവും കാണുന്നില്ല. കാരണം എന്റെ സാഹചര്യങ്ങൾ മോശമായി പോയി, ഞാൻ പ്രതീക്ഷിച്ച പോലൊന്നും ആകാൻ എനിക്ക് പറ്റിയില്ല, ദൈവം എന്നെ അനുവദിച്ചില്ല, അല്ലെങ്കിൽ ദൈവം എനിക്ക് അനുകൂലമല്ല, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് വന്ന ആളുകൾ എനിക്ക് അനുകൂലമല്ല. ഇങ്ങനെ പലതരത്തിൽ ഞാൻ സഫർ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ആ ഒരു ഐ ആം എ വിക്ടിം എന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം ബൈബിളില്. കാരണം അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ജനിച്ചത് തന്നെ സെൽഫ് സെന്റേഡ് ആയിട്ടാണ്. നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സെൽഫ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര കൂടുതലാണ്. ആ സെൽഫ് കൂടുതലാന്നുള്ളതല്ല, അത് നിയന്ത്രിക്കാത്തതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് കാണാമെന്നുള്ളതാണ്. അവരെല്ലാം ചെയ്യുന്ന അവരുടെ സെൽഫിന് വേണ്ടിയാണ്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ചെയ്യുന്ന മുഴുവൻ അവരുടെ സെൽഫിന് വേണ്ടി ചെയ്യുന്നതാണ്. അവരെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, എല്ലാം അവർക്ക് വേണ്ടിയാണ്. ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യം മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്? അല്ല, അവർ കറിക്കരിഞ്ഞ് തന്നാലും അരിയുന്നതിന്റെ പ്ലഷറിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലേ? മാതാവിനെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കൊച്ചുകുട്ടികൾ. സഹായിക്കാന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ഒരു പ്ലഷറുള്ള കാര്യങ്ങൾ മാത്രമേ അവര് ചെയ്യുള്ളൂ. എവറി മാൻ ഈസ് ബോൺ ആസ് സെൽഫ് സെന്റേഡ്. എല്ലാ മനുഷ്യരും സ്വയം കേന്ദ്രീകൃതമായിട്ട് ആണ് ജനിക്കുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെ ജനിക്കുന്നത്. അപ്പം അവന് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി, അവൻ നല്ലൊരു രീതിയിൽ ജീവിക്കാൻ അവന്റെ ആഗ്രഹം. ഈ ആഗ്രഹം ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ അവന് ഭയങ്കരമായ വേദന തോന്നും. പറയും, ഞാനൊരു പാവമാണ്, ഞാൻ ഒത്തിരി ഉപദ്രവിക്കപ്പെടുന്ന ഒരു ഫീലിംഗ് ഉള്ളിലേക്ക് വരും. അപ്പൊ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്നോടൊരു പ്രവാചകൻ എന്നോട് പറഞ്ഞാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ദുഃഖമുണ്ട്, നിങ്ങളുടെ പൊട്ടൻഷ്യലിന് അത്രയും വളരാൻ നിങ്ങൾക്കായിട്ടില്ല. എനിക്കത് കേട്ട് ചിരി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ABC ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞ് ഒരു റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിന്റെ 2ാമത്തെ പേജില്
ഏത് മനുഷ്യനോടും പറയാവുന്ന 10 പ്രവചനങ്ങൾ അതെപ്പോഴും ശരിയായിരിക്കും. അതെപ്പോഴും ശരിയായിരിക്കും. അത് ആരോട് പ്രവചിച്ചാലും ശരിയായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച അത്രയൊന്നും നിങ്ങൾക്ക് ഉയരാൻ പറ്റിയിട്ടില്ല. സകല മനുഷ്യരെ സംബന്ധിച്ചും ഒരു 99% ആൾക്കാർക്കും സംബന്ധിച്ചത് കറക്റ്റാ. ഈ 1% ആൾക്കാർ അബദ്ധത്തിൽ ലോട്ടറി അടിച്ചവരാ. അവർക്ക് ലോട്ടറി ഉദ്ദേശിച്ച് ഞാൻ മറ്റേ ലോട്ടറി അല്ല, ഒരു ലക്ക് അവരെ നോക്കി ചിരിച്ച ആൾക്കാരാണ് ബാക്കിയുള്ള ഈ 1%. ബാക്കിയുള്ള സകല മനുഷ്യരും ആയില്ല, കുറച്ചുകൂടെ ആകാമായിരുന്നു, എനിക്ക് ഒരു ചാൻസ് കൂടെ കിട്ടിയാൽ ഞാൻ തകർത്തേനെ എന്നൊക്കെയുള്ള രീതി ചിന്തിക്കുന്നവരാ എല്ലാവരും. അതെ. പക്ഷെ സാഹചര്യങ്ങൾ എന്നെ തോപ്പിച്ചു കളഞ്ഞു. ചില പറയല്ലേ, ചെറുപ്പകാലത്തൊന്നും എനിക്ക് പഠിക്കടാ എന്ന് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങളെയൊക്കെ പഠിക്കടാ എന്ന് പറഞ്ഞ് ഞാൻ പുറകെ നടന്നിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല. കേട്ടിട്ടുണ്ടോ? പിള്ളേരത് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ സ്ഥാനത്തായിരുന്നു ഞാനെങ്കിൽ ഞാൻ എവിടെ ചെല്ലേണ്ടതാണെന്നറിയോ? എങ്ങും ചെല്ലാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കും അറിയാം. പക്ഷെ അത് നമ്മളിൽ തന്നെ നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു സിമ്പതി ഉണ്ടാക്കാനും നമ്മളത്ര മോശമൊന്നും അല്ല എന്ന് കാണിക്കാനും വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ സെൽഫ് സിമ്പതി എന്ന് പറയുന്നത്. ഈ സെൽഫ് സിമ്പതിയുടെ പാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ സെൽഫ് സിമ്പതി എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ കാര്യമാണ്. എങ്കിലും അത് ഒരു പാപമായി മാറുന്നത്, ഇത് ക്യാമറ ഇതിനടുത്തോട്ട് ഒന്നല്ല കേൾക്കാൻ പറ്റുന്നത്. പാപമായി മാറുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, സെൽഫ് സിമ്പതി ഉള്ള ഒരാൾ പറയുന്നതാണ്, ഞാൻ പാവി തന്നെയാണ്, പക്ഷെ എന്നെ നീ അങ്ങനെ ശിക്ഷിച്ചത് ശരിയായില്ല. മനസ്സിലായി? ഞാൻ പാപിയൊക്കെ തന്നെയാണ്, പക്ഷെ എന്നെ നീ ശിക്ഷിച്ചത് ശരിയായില്ല. എന്നാൽ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ ഇത്രയും വലിയ പാപം ചെയ്ത, ശരിയാണ്, പാപിയാണ്, പക്ഷെ എന്നാലും നിനക്ക് എന്നെ ശിക്ഷിക്കാൻ എങ്ങനെ തോന്നി? ഇതാണ് ഈ സെൽഫ് സിമ്പതി. പക്ഷെ ദൈവം ശിക്ഷിക്കുന്നത് അല്ലതാണ്. ഓക്കെ, എങ്കിൽ പോലും മനസ്സിൽ ദൈവം എന്നെ അകാരണമായി ശിക്ഷിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് ഈ സെൽഫ് സിമ്പതി. അതാണ് ഇതിനകത്ത് സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സെൽഫ് സിമ്പതി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ സെൽഫ് സിമ്പതി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ 1, 2, 3, 4, 5, 6, 7 അടയാളങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്വയം പഴിക്കുന്നവരും സ്വയം അയ്യോ ഞാൻ പാവമാണേ എന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുവോ എന്ന് പറയുന്ന ആൾക്കാർ, ശരിക്കും നമ്മൾ കർത്താവിന്റെ വെളിപ്പാട് കിട്ടി എന്താ പറയേണ്ടതെന്നറിയോ? ഇപ്പൊ പിടിച്ച നരകത്തിലിട്ടാലും ഞാൻ അതിനുള്ള യോഗ്യത മാത്രമേ എനിക്കുള്ളൂ. അത് സെൽഫ് റിയലൈസേഷനാണ്. അപ്പൊ എനിക്കൊരു അടി കിട്ടിയാലും തട്ട് കിട്ടിയാലും ഞാൻ പറയാം, കർത്താവെ ഞാൻ അർഹിച്ച പോലെ എന്നോട് നീ ചെയ്തായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കാണുകയില്ലായിരുന്നു. നീ എന്നെ ഒരു ബാലശിക്ഷയിലൂടെ മാത്രം കിടത്തി വിട്ടതിനായിട്ട് സ്തോത്രം. ഞാൻ ഏറ്റവും വലിയ പാപിയാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ ചുറ്റുമുള്ള ഒരു പാപിയാന്ന് എനിക്ക് തോന്നൂല. കാരണം അത് സെൽഫ് റിയലൈസേഷൻ ആണ്, സെൽഫ് പിറ്റി അല്ല. സെൽഫ് റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ ചുറ്റുമുള്ള ആരും എന്നെ പോലെ പാപിയല്ല. കാരണം ഞാനാണ് ഏറ്റവും വലിയ പാപി എന്നുള്ള റിയലൈസേഷൻ ആണ് ഈ സെൽഫ് പിറ്റിയിൽ നിന്ന് തന്നെ സെൽഫ് റിയലൈസേഷനിലോട്ട് നടത്തുന്നത്. എനിക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ ആരും തരുന്നില്ല. പണ്ട് ഞാൻ ചെറുപ്പത്തിലെ പ്രസംഗമൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, എന്റെ പ്രസംഗം ഭയങ്കര നല്ല പ്രസംഗമാണ്, അധിക പ്രസംഗമായിരുന്നു എന്നാൽ പോലും. അപ്പൊ ഞാൻ ഇങ്ങനെ പുറകിൽ പോയിരിക്കുമ്പോൾ ആൾക്കാർ പ്രസംഗിക്കുന്നു, അവരെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു. എന്നെ വിളിക്കാത്തതിൽ എനിക്കൊരു വിഷമമുണ്ട്. കാരണം 2 വർത്താനം പറയാൻ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ ഞാനിപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ. പക്ഷെ അതൊക്കെ മണ്ടത്തരമായിരുന്നു. എത്ര വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാകുന്നുള്ള കാര്യം അത് വേറൊരു കാര്യം. അപ്പൊ എനിക്ക് അർഹതപ്പെട്ടത് ആരൊക്കെയോ നിഷേധിക്കുന്നു, ആരൊക്കെയോ തടയുന്നു. ഈ പ്രപഞ്ചവും പിന്നെ പെന്തക്കോസ്താരുടെ ഭാഷ പറഞ്ഞാൽ ഇടയിലുള്ള അന്ധകാര ശക്തികളും എല്ലാം എനിക്കെതിരെ ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു തരത്തിലും മുമ്പോട്ട് പോകുന്നില്ല. ഇങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളിൽ വരുന്ന സെൽഫ് പിറ്റിയാണ്. അല്ലെങ്കിൽ ഞാൻ റോങ് ആളെ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ അനുഭവിക്കുകയാണ്. എന്തൊരു അബദ്ധമായി പോയി, വേണ്ടായിരുന്നു. ഇത് സെൽഫ് പിറ്റി എന്ന് വരുന്നേ. അയാൾ ഇത് തന്നെ ആയിരിക്കും പറയുന്നത്, ഇവിടെ കിട്ടാതെ വേറെ ആരെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിരിക്കും പറയുന്നത്.
ഈ സെൽഫ് പിറ്റി ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചില പ്രത്യേകതകൾ പറയാമേ. അത് എക്സാക്ട്ലി ബൈബിൾ അല്ല, കുറച്ചൊക്കെ ഒബ്സർവേഷൻ ആണ്. ഒന്ന്, അവർക്ക് ഒരിക്കലും അവരെ കുറിച്ചുള്ള ഒരു തമാശ ഇഷ്ടപ്പെടത്തില്ല. മറ്റുള്ള എല്ലാരെ കുറിച്ചുള്ള തമാശയ്ക്ക് അവർ ചിരിക്കുമെങ്കിലും അവരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. ഇത് സെൽഫ് പിറ്റി ഉള്ളവരുടെ ഒരു ലക്ഷണമാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവത്തില്ല. അടുത്തുള്ള ആളോട് ചോദിക്കണം. ഓക്കെ, അടുത്തത്, എപ്പോഴും നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. ഈ കഴിഞ്ഞ ആഴ്ചത്തെ അല്ല, ഒരു 25 വർഷം മുമ്പുള്ളവേ, അവിടെ ഒരു 50 വർഷം മുമ്പുള്ളവേ. ഈ പാസ്റ്റിനകത്ത് ജീവിക്കുന്നവർ എപ്പോഴും പരാതി, ആ പരാതി എന്ന് പറയുന്നത് സ്വയം ഞാൻ ഒത്തിരി വിക്ടിമാണെന്ന് ചിന്തിക്കുന്നതിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, എപ്പോഴും അകത്തൊരു ദുഃഖം. ഇന്നലെ ഒരാളോട് പറഞ്ഞാണ്, എന്റെ ഹൃദയത്തിനകത്തൊരു ഭാരം ഇരിക്കണം 24 hours. ആ ഭാരം ഒരു മെലങ്കോളിക് എന്ന് പറയും, മെലങ്കോളിക് പേഴ്സണാലിറ്റി ഉണ്ടാവും. ഓക്കെ, അതുപോലെ യുദ്ധം ചെയ്ത് ജയിക്കണം, എനിക്ക് കീഴടക്കണം, എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ എന്ന് തോന്നുന്നതും ഈ സെൽഫ് സിംപിളിയുടെ ഭാഗം. ഞാൻ എവിടെ എത്തുന്നതിൽ ഷോർട്ടായി പോയിട്ടുണ്ട്, എനിക്ക് ഇതിനെ ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് തോന്നുന്നതും ഈ സെൽഫ് പിറ്റിയുടെ ഭാഗമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ പുറമേ കാണിക്കുന്നില്ലെങ്കിലും ഇവരുടെ ഉള്ളില് ഗിൽറ്റ്, ഞാൻ ചെയ്ത ദൈവം ക്ഷമിച്ചിട്ടില്ല, എവിടെയോ ഞാൻ തെറ്റുകാരനാണ് എന്നൊരു ഫീലിംഗ് ഇവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ സെൽഫ് പിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഏരിയയാണ്. കാരണം എല്ലാ മനുഷ്യർക്കും ഇതുണ്ട്, കുറച്ച് കൊഞ്ചം. ഇതില്ലാത്ത ഒരാൾ പോലും നമ്മുടെ ഇടയിൽ ഇല്ല. പക്ഷെ നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വരാം. അതിന്റെ കാരണം ബേസിക്കലി പാപം എന്ന വേര് തന്നെയാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു, എനിക്ക് ഇതിനകത്തൊക്കെ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു, എത്ര നല്ലതായിരുന്നു. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുക ഇത് എന്നെ കുറിച്ചാണ്. ഇവിടെ പല ആൾക്കാരും ചിന്തിക്കുന്ന മുഖത്തുനിന്ന് എനിക്കറിയാം ഇത് എന്നെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഞാനിത് എന്നെ കുറിച്ചാണ് പറയുന്നത്. കാരണം എനിക്ക് സെൽഫ് പിറ്റിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഇത് കുറച്ച് കൊഞ്ചം ഇരിക്കെ. തമിഴ് പറയുന്ന ബ്രദറോട് ഇരിപ്പില്ലേ, അത്രയൊക്കെ തമിഴ് എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഈ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു വാക്യം, നമുക്കൊരു വാക്യം വായിക്കാം. യിരെമ്യാ 30:15. ആർക്കെങ്കിലും വായിക്കാം? യിരെമ്യാ 30:15. ഓക്കെ, പഴയ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ പാപം ഞാൻ ചെയ്യും, പക്ഷെ നീ എന്നെ ശിക്ഷിക്കരുത്. ഈ മുറിവുകളെ ചൊല്ലിയുള്ള വിലാപമായിട്ടാണ് യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ അതിനെ കാണുന്നത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാലും അപ്പൊ നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് നമ്മളെയല്ല, നമ്മുടെ പാപങ്ങളല്ല. അന്നും നമ്മൾ പാപങ്ങളെ ബ്ലെയിം ചെയ്യുന്നില്ല. യിരെമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോഴും യിരെമ്യാവ് പറയുന്നുണ്ടോ, ഈ ജനങ്ങൾ പറയുന്നുണ്ടോ ഞങ്ങൾ പാപം ചെയ്തുകൊണ്ടാണ് ദൈവം ഞങ്ങളോട് ചെയ്തെന്ന് പറയുന്നില്ല. അവര് പറയുന്നത് ഞങ്ങളുടെ സാഹചര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോഴും ഈ സെൽഫ് പിറ്റി എന്ന് പറയുന്നത് ഞാൻ കാരണമോ അല്ലെങ്കിൽ ഇത് നോർമൽ ആണെന്നോ അല്ല ചിന്തിക്കുന്നത്. അകാരണമായി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ എന്തോ കാര്യത്താൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ചിന്തയാണ് ഈ പുതിയ നിയമത്തിലും ഈ സെൽഫ് പിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഈ ഞാൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫിന്റെ സെന്റർ ആയിരിക്കുന്നിടത്തോളം കാലം, ഇന്ന് തങ്കമുത്ത് ബ്രദർ പറഞ്ഞ പോലെ, ഞാൻ ബ്രേക്ക് ആകാതെ ഈ സെൽഫ് പിറ്റിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. ഈ ഞാൻ ബ്രേക്ക് ആയി എന്ന് എനിക്ക് തോന്നും, പക്ഷെ എന്നാലും ആവൂല. ഞാൻ വിചാരിക്കും ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രോക്കൺ ആയി. ഞാൻ 2010 ജനുവരിയിൽ ബ്രോക്കൺ ആയതാണ്. എങ്ങനെയുണ്ട്? അതിനുശേഷം കഴിഞ്ഞ 14 വർഷം കൊണ്ട് പിന്നെ ഞാൻ എങ്ങനായി? വീണ്ടും ബ്രോക്കൺ ആയി എന്നുള്ളതിന്റെ ഒരു ഗമ എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പോലൊന്നും അല്ല, ഞാൻ ശരിക്കും തകർക്കപ്പെട്ടവനാണ്. കേട്ടിട്ടുണ്ടോ? ഞാൻ എന്തെല്ലാം കഷ്ടങ്ങളുടെ പോയത് നിങ്ങൾക്ക് അറിയാമോ? വീണ്ടും ഈ സെൽഫ് റൈച്ചസ്നെസിന്റെ ആ സെൽഫ് പിറ്റിയും ഉയർന്നു വരുവാ. ഈ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്, ഞാൻ തകർന്നു എന്ന് പറയുന്നത്
ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതായത് ഒരിക്കൽ തകർന്നത് എന്നും തകർന്നതായി തന്നെയാണ് ഇരിക്കുന്നത്. ഈ സെൽഫ് എന്ന് പറയുന്നത് വാല്യൂ ഇല്ലാത്തതാണ് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് എപ്പോൾ നമുക്കത് മനസ്സിലാവുന്ന സെൽഫ് റിയലൈസേഷൻ, ഞാൻ ഇങ്ങനെയാണ് എന്ന് എനിക്ക് എപ്പം മനസ്സിലാകുന്നു, ഐ ആം ഗിവൺ ഗ്രേസ്, ഐ സർവൈവ് ഓൺലി ബിക്കോസ് ഓഫ് ഗ്രേസ്, ഐ എം നോട്ട് വർത്തി ഓഫ് എനിത്തിങ്, ഐ സർവൈവ് ഓൺലി ബിക്കോസ് ഓഫ് ഗ്രേസ്. അതുകൊണ്ട് ഞാൻ സമൃദ്ധിയുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ സമ്പന്നനാണ്, അതെല്ലാം കർത്താവിന്റെ സ്വന്തമാണ്, ഞാൻ എന്നിൽ തന്നെ പുകഴുവാൻ എനിക്ക് യാതൊന്നും ഇല്ല എന്നുള്ളൊരു സെൽഫ് റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ ജസ്റ്റിഫൈ ചെയ്യുവാൻ സാധിക്കില്ല. ഇപ്പൊ പല സ്ഥലത്തും നമ്മൾ സെൽഫ് പിറ്റിങ്, എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് എത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് എനിക്കറിയില്ല, ഞാൻ കുറച്ചുകൂടി ലളിതമാക്കാൻ ശ്രമിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ വേറൊരാളോട് ചെയ്യുന്ന വേദനകൾ ഞാൻ ഓർക്കുകയില്ല. ഇപ്പൊ ഞാനും പ്രതീഷ് ബ്രദറും കൂടെ ഒരു നല്ല വഴക്കുണ്ടായെന്ന് വിചാരിച്ചു. ഉണ്ടായില്ല കേട്ടോ, ചുമ്മാ പറയുന്നത്, കഥയാണ്. ഉണ്ടാവുകയുമില്ല. അതൊക്കെയാണ് വിശ്വാസം. കുറെ നാളുകൾ കഴിഞ്ഞ് ഞാൻ ഓർക്കുമ്പോ ഞാൻ പ്രതീഷിനോട് പറഞ്ഞൊന്നും ഞാൻ ഓർക്കില്ല, ഓർക്കും, പക്ഷെ ഞാൻ മര്യാദക്കാരനാണ്, ഞാൻ അതങ്ങനെ പറഞ്ഞത് അത് ആ ഒരു സാഹചര്യത്തിലാണ്, ഞാൻ അതിനെ വ്യാഖ്യാനിച്ച് ശരിയാക്കി എടുത്തു. പക്ഷെ എന്നാലും പുള്ളി എന്നോട് പറഞ്ഞത് അത് ശരിയല്ല. മനസ്സിലായി ഞാൻ പറഞ്ഞെന്താണ്? അപ്പോൾ എന്നെ അകാരണമായി അദ്ദേഹം വേദനിപ്പിച്ചു എന്ന് എന്റെ ഉള്ളിൽ ചിന്ത വരികയാണ്. അപ്പോൾ ഇത് തകരണമെങ്കിൽ, ഇത് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പോകണമെങ്കിൽ ഞാൻ എന്നുള്ള ആ തോട്ട് തന്നെ എന്റെ ഉള്ളിൽ നിന്ന് പോകണം. ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ലിവിങ് ഇൻ മീ, ക്രിസ്തുവാണ് എന്റെ ഉള്ളിൽ വസിക്കുന്നത് എന്ന ഫെയ്ത്തിലൂടെ മാത്രമേ നമുക്ക് ഈ സെൽഫ് സിമ്പതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതൊരു ഭയങ്കര ഒരു വെബാണ്, അതായത് വി ആർ ട്രാപ്ഡ് ഇൻ ദാറ്റ് വെബ്. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് പിറ്റിക്കകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്നതാണ്. നമ്മൾ എപ്പോഴും പരാതി പറയുന്നവരും, എപ്പോഴും സങ്കടപ്പെടുന്നവരും, എപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ച് വേദനിക്കുന്നവരും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പണ്ടൊക്കെ ഈ ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള, എന്നോട് ഒരു പ്രവാചകൻ മാത്രമല്ല പറഞ്ഞത്, ഓങ്കോളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹപ്രവർത്തകൻ, സുവിശേഷകൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര കഴിവുകളാണ്, പക്ഷെ അതിന് തക്കതായ അവസരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പുള്ളി എന്നോട് പറഞ്ഞതാ. അപ്പൊ പുള്ളി ഇത് കവർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് ആളുടെ പേരൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട്, നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാലും മനസ്സിലാവില്ലാത്തതുകൊണ്ട്, പുള്ളി നല്ല കോട്ടൊക്കെ ഇട്ട്, നല്ല സ്യൂട്ടൊക്കെ ഇട്ട്, നല്ല സ്റ്റാൻഡേർഡ് ഇട്ട് നടക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കുറവുള്ളവനായി കാണപ്പെടരുത്. നമുക്കറിയാം സെൽഫ് സെൻസിന്റെ ഒരു ഭാഗമാണ് ഈ സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഞാൻ നല്ല സ്റ്റൈലായിട്ട് കാണപ്പെടുന്നു. വിശ്വാസി ആയി കഴിയുമ്പോഴേക്കും നമുക്കറിയാമല്ലോ, അതുവരെ കയ്യിലും കൊണ്ട് നടന്നയാള് പെട്ടെന്ന് ഇൻസർട്ട് ചെയ്യുന്നു, ട്രക്ക് ചെയ്യുന്നു, ക്ലീൻ ഷേവ് ചെയ്യുന്നു, ഒരു ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ബെൽറ്റൊക്കെ കെട്ടി, ഈ ബെൽറ്റ് ഒന്നും അരയിൽ ഇരിക്കാൻ അറിയത്തില്ല, എന്നാൽ പോലും അതൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഒരു ബൈബിളൊക്കെ എടുത്ത് വിളിച്ച് ഫോട്ടോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങള് ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി, ടൈ കെട്ടുന്ന വെച്ചിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ടൈ കെട്ടില്ല, കുറെ പേര് ടൈ കെട്ടില്ലെന്നും ബാക്കിയുള്ളവരെല്ലാം ടൈ കെട്ടുമെന്ന് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. വിചാരിക്കും നിസ്സാര കാര്യത്തിനൊക്കെ വഴക്ക്. നിസ്സാര കാര്യമല്ല സഹോദരൻ, ആകെ 5 രൂപ കയ്യിലില്ല, ഈ ടൈ മേടിക്കാൻ എങ്ങനെയും മേടിക്കാം, ടൈ കെട്ടി വള്ളിച്ചിട്ട് പോകാൻ പറ്റുമോ? അതിന് പിന്നെ ഷൂസ് വാങ്ങിക്കണം, സോക്സ് വാങ്ങിക്കണം. അപ്പൊ എന്നോട് ചില സഹോദരന്മാരെന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ആകെ ടൈ കെട്ടാനുള്ള ഒരു അവസരമാണ്, അത് നിങ്ങൾ കാരണം അത് ഇല്ലാതാക്കുക. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഇത്തിരി ഷോ ചെയ്യണം, എവിടെയെങ്കിലും ഇത്തിരി ആള് കളിക്കണം, എവിടെയെങ്കിലും ഞാൻ ഒരു ഇത്തിരി പ്രൊജക്ട് ആവണമെന്നൊക്കെ തോന്നാനുള്ള കാരണം, ഞാൻ എവിടെയോ വീണു പോകുന്നു, ഞാൻ എവിടെയോ അവഗണിക്കപ്പെടുന്നു, ഞാൻ എവിടെയോ ഒന്നും ആകുന്നില്ല, അതുകൊണ്ട് എന്നെ കാണുമ്പോൾ ആൾക്കാരൊന്ന് മതിക്കണം, ഒന്ന് ബഹുമാനിക്കണം എന്ന് നമ്മൾ തോന്നുന്നില്ല. തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ? ഇത് സെൽഫ് സിമ്പതിയുടെ ഭാഗമാണ്. ഈ സെൽഫ് സിമ്പതി എന്ന് പറയുന്നത്, ഞാൻ ഓരോരുത്തരുടെ മുഖം നോക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്നെ കുറിച്ച് പറയുകയാണല്ലോ എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചല്ല കേട്ടോ ഇത് പറയുന്നത്. നിങ്ങളെ ഓരോരുത്തരെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, മുഖം നോക്കുമ്പോൾ ഇത് എന്നെ കുറിച്ച് തന്നെ പറയുന്നത്. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞൊരു, പണ്ട് എന്താ സഹായിച്ചാനുണ്ടോ തോന്നുന്നു, ആരോ ഒരാള് പറഞ്ഞു, നിങ്ങൾ ഈ മീശയൊക്കെ എങ്ങനെ അങ്ങ് വടിച്ചു കളയുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് ആയിരുന്നേ പെന്തക്കോസ്തിനിടയിൽ. ശരിയല്ലേ? പുള്ളി പറഞ്ഞത്, മീശ ഞാൻ വെക്കുന്നതല്ലേ, തന്നെ വളർന്നു വരുന്നതാണ്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ നമ്മളെ നോക്കുമ്പോൾ കംഫർട്ടബിൾ അല്ല, നമ്മൾ നമ്മളെ നോക്കുമ്പോൾ പിറ്റി തോന്നുവാണ്. എന്റെ ഒരു കോലം ഇത് കുറച്ച് നന്നാക്കിയേക്കാം, കുറച്ച് ഫെയർ ആൻഡ് ലെവലിൽ തേച്ചേക്കാം എന്ന് തോന്നുവാണ്. ഈ ഷോ ചെയ്യാൻ നമുക്ക് തോന്നുന്നത് തന്നെ. ആരെ പാട്ട് പാടുന്നുണ്ട്? ഓക്കെ, നമ്മൾ
ഈ ഷോ ചെയ്യാൻ നമുക്ക് തോന്നുന്നത് തന്നെ നമ്മുടെ അകത്ത് നമുക്ക് എന്തോ ഇന്നാഡിക്വസി ഉണ്ട് എന്നൊരു ഫീലിംഗ് ആണ്. നമുക്ക് എന്തേലും എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ, രണ്ട് വർത്താനം പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ അത്ര നിസ്സാരനൊന്നും അല്ല, നമ്മളൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. ഈ സെൽഫ് സിമ്പതി എന്ന് പറഞ്ഞാൽ അത് അകത്തുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ ഭയങ്കരമാണ്. അത് കൂടുന്തോറും നമ്മുടെ പെരുമാറ്റം ഭയങ്കര പ്രശ്നമായിട്ട് വരും. പിന്നെ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ അത് എന്നെക്കുറിച്ചാണോ എന്നൊരു സംശയം എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നും. കാരണം എന്നെക്കുറിച്ച് ഒത്തിരി ദോഷം പറയാനുണ്ട്. കേൾക്കുന്നില്ല? ബാക്കിൽ കേൾക്കുന്നില്ല? ഇങ്ങനെ നിൽക്കണം അല്ലേ, അനങ്ങാൻ പാടില്ല. അപ്പൊ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ എന്റെ സംശയം ഇത് എന്നെക്കുറിച്ചാകാനുള്ള സാധ്യത. കാരണം ഞാൻ ആള് ശരിയല്ല, പക്ഷെ എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കാണുമല്ലോ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും, എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കാണുമല്ലേ, അത് പറയുന്നുണ്ടോ എന്ന്. പ്രിയ സഹോദരൻ, ഇത് നമ്മൾ ആലോചിക്കേണ്ട പോലും കാര്യമില്ല. ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് അവേഴ്സസ്, യു ആർ കംഫർട്ടബിൾ വിത്ത് ഗോഡ്, നമ്മൾ ഒരു വേഷവും കെട്ടേണ്ടി വരും. ഇപ്പൊ സെൽഫ് സിമ്പതിക്കകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻസ് മറ്റൊരാൾക്ക് എന്നോട് സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടി, ഞാനൊരു സഫറിങ് ആയിട്ടുള്ള ഒരാളാണ്. ചില സമയത്ത് ഞാൻ പറയാറില്ലേ, ഭയങ്കര തിരക്കാ ബ്രദറെ, ഇല്ലേ? ഇന്നലെ ഞാൻ കോഴിക്കോട് രാവിലെ വരെ പോയിട്ട് വന്നേ ഉള്ളൂ. ഇന്നിപ്പോ രാത്രിയിൽ ഡൽഹിക്ക് പോകണം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മറന്നുപോയി, നേപ്പാളിൽ നിന്ന് വന്നത്. അതിന്റെ തലയാഴ്ചയാണ് ദുബായിൽ നിന്ന് വന്നത്. ഇതിങ്ങനെ യാത്രകൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ പാവം ജെയ്സ് ബ്രദർ എന്തുമാത്രം കഷ്ടപ്പെടും. അങ്ങനെ ചിന്തിക്കണമെന്ന് എന്റെ ആഗ്രഹം. കാരണം എന്നെക്കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ സിമ്പതിയോട് വിചാരിക്കണം, പക്ഷെ പാവം ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നവർക്ക് ഇറങ്ങിയാണ് എന്തുമാത്രം പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ ഞാനതറിയുന്നില്ല. അപ്പൊ നമ്മുടെ പെരുമാറ്റം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇതിനകത്തെല്ലാം ഈ സെൽഫ് സിമ്പതിയുടെ റൂട്ട് കിടക്കുന്നു. ഞാൻ എന്റെ കാര്യം പറയുന്നല്ലോ, അല്ലെ? ഞാൻ എന്റെ കാര്യമല്ലേ പറഞ്ഞു. ഈ സെൽഫ് സിമ്പതി എന്ന് പറയുന്നൊരു ഭയങ്കര പാവമാണ്. ഇത് ദൈവത്തോട് എന്താ ഈ സെൽഫ് സിമ്പതിറ്റിക് ആയിട്ടുള്ള മനുഷ്യൻ പറയുന്നതെന്നറിയോ? പറയുന്നത്, ഞാൻ കുറച്ചുകൂടി ഡീസന്റ് ആയിട്ട് നീ എന്നെ കൈകാര്യം ചെയ്യണം, നീ എന്നെ കുറച്ചുകൂടി ഡീസന്റ് ആയിട്ട് കൈകാര്യം ചെയ്യണം. ഇങ്ങനെയൊന്നും ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് അപമാനിക്കരുത്. കേട്ടില്ലേ? മനുഷ്യരുടെ മുമ്പിൽ മാനത്തോടെ നടത്തുന്ന ദൈവം എന്ന്. അതെന്താണെന്നറിയോ? ഇതാ ഞാൻ നോക്കിയിട്ട് ഇന്നത്തെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പെന്തക്കോസ്റ്റിൽ സംഭവിച്ച ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്ന, ഒത്തിരി പേരും പാവപ്പെട്ടവരാണ് വന്നത്. അധികം കാശൊന്നും കഴിയില്ലായിരുന്നു. വിറ്റാമിൻ എമ്മിന്റെ ഡെഫിഷ്യൻസി മാത്രമല്ല, വിറ്റാമിൻ എഡ്യൂക്കേഷൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെന്തെങ്കിലും ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒത്തിരി മാനിക്കണേ മാനിക്കണേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുത്ത് നിലവിളിക്കുക. ശരിയല്ലേ? അപ്പൊ എല്ലാ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്? ഞാൻ ഒന്നും ഇല്ലാത്തവരാണെന്ന് ആൾക്കാർ അറിയരുത്, ഞങ്ങളെ മാനമായിട്ട് വേണം നടത്താൻ. ഇത് മലയാളി സൊസൈറ്റി മൊത്തം ഉണ്ട്. മലയാളി സൊസൈറ്റിയില് പണ്ട് ആരാണ്ട് പറഞ്ഞാണ്, ഗൾഫിൽ നിന്ന് ഒരു സുൽത്താൻ ആരാണ്ട് ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ പുള്ളി ഡ്രൈവറായിട്ട് നടന്നയാളുടെ വീട് കണ്ടിട്ട് പുള്ളി അന്തം വിട്ടു എന്ന് പറഞ്ഞു. പുള്ളിയുടെ വീടിനേക്കാളും വലിയ വീടാണ് ഇവിടെ പണിതിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഈഗോയുടെ ഒരു സാധനമുണ്ട്. അത് എല്ലാ റിലേഷൻഷിപ്പിലും എല്ലാ കോൺവെർസേഷനിലും ഇത് വരും. എന്നെ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു പ്രയാസം ഉണ്ടാവും. അപ്പൊ ഞാൻ സാധാരണ ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ഇത് തമാശ കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കരുത്. ചിലർ ഇങ്ങനെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോയിരിക്കും പറയാറുണ്ട്, ജെയ്സ് പാസ്റ്ററിനെ അങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്ന ഇഷ്ടമില്ലാത്തതിനാൽ ഞാൻ ഒരു വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ വിചാരിക്കും രണ്ട് വാക്ക് പറയാമായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാം. ഞാൻ ചിന്തിച്ചു എന്ന് പറഞ്ഞില്ല കേട്ടോ, വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ഇതാണ് ഈ മനുഷ്യന്റെ ഉള്ളിന്റെ അറയിൽ ഇങ്ങനെ പല ലെയറുകളായിട്ടിരിക്കുന്ന ഈ സെൽഫ് സിമ്പതി പുറത്തേക്ക് വരുന്നത്. ഗീവ് മീ സം റെക്കഗ്നിഷൻ, ഗീവ് മീ സം, ഒരു അംഗീകാരം താ, ഒരു ബഹുമാനം താ, ഒരു വാക്ക് പറ, ഞാൻ അത്ര എങ്ങനെയാന്ന് പറ. ഇത് എന്റെ ഉള്ളിൽ കിടന്ന് കളിക്കാം. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ രക്ഷപ്പെടും. പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന എന്റെ ഗ്രീവൻസസ് എല്ലാം ജെന്യൂനാണ്, എന്റെ ഗ്രീവൻസസ്, എന്റെ പരാതികളെല്ലാം ജെന്യൂനാണ് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള സെൽഫ് സിമ്പതിയുടെ വേര് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സെൽഫ് സിമ്പതി ഉള്ളവരെല്ലാം കൈവക്കാൻ പറഞ്ഞാൽ അല്ലെ, ഇത് ശരിക്കും പറഞ്ഞ ഇതൊരു വൈഡ് ആയിട്ട് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടൊരു കാര്യമാണ്. ദൈവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബലഹീനതയും തോൽവിയും നമ്മുടെ ലൈഫിൽ വെച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോ എല്ലാവരുടെയും സിമ്പതി ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് നമുക്കുണ്ട്. പണ്ട് ഒരു സാർ എന്നോട് പറഞ്ഞാണ്, പനി വരുമ്പോഴാണ് ഒരു ആശ്വാസം. ഞാൻ എന്താണ്? അല്ല, അന്നേരം ഭാര്യ എന്റെ അടുത്ത് വന്നിരുന്ന ഒരു കാപ്പി കിട്ടുതരും.
അടുത്തൊന്ന് പറയുന്നതായിരിക്കും സാരമില്ല കേട്ടോ എന്നൊക്കെ പറയും. അത് കേൾക്കാൻ ആകെയുള്ള സമയം അതാണ്. സോ നീഡ് റെക്കഗ്നീഷൻ ആൻഡ് അറ്റൻഷൻ. അതുകൊണ്ട് പനി ഇല്ലാത്തപ്പോഴും ചൂട് പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം എന്താ? സീക്കിങ് അറ്റൻഷൻ, ഒരു റെക്കഗ്നീഷൻ. ഈ പിള്ളേര് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? നോക്ക്, ഞാൻ അത്ര മിടുക്കനാണ്, ഞാൻ അത്ര മോശമൊന്നുമല്ല. ഞാൻ വിചാരിക്കായിരുന്നു ഈ കുഞ്ഞുണ്ടായി അവർ വളർന്ന് വലുതായി മരിച്ചു പോകുന്ന വരെ ഇവന്റെ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ കിടക്കും. ഇത് ഈ സെൽഫിനെ നമ്മൾ വളരെ അവെയർ ആയിരിക്കണം. അന്ന് ബ്രദർ പറഞ്ഞ പോലെ ഇത് തകരുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. നമ്മളെ ആര് നിന്ദിച്ചാലും നമുക്കൊന്നും തോന്നരുത്. നമ്മളെ ഇറക്കി വിട്ടാൽ സന്തോഷമായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാകും. അത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സെൽഫ് സിമ്പതറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ ആയിരിക്കും. മറ്റുള്ളവരെ വ്യക്തികൾ, അവൻ എന്നെ അങ്ങനെ ചെയ്തു, ഇവരെന്നെ ഇങ്ങനെ ചെയ്തു, അവനെ ഞാൻ വീട്ടിലും മറക്കത്തില്ല, അവൻ എന്നോട് ചെയ്തത് ഞാൻ മരിച്ചാലും മറക്കത്തില്ല. ഓക്കെ. അപ്പോൾ സെൽഫ് സിമ്പതിയുടെ പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷൻസ് അതെങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളെ തകർക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇമോഷണൽ ആയിട്ട് വളരാൻ വൈകാരികമായ ഒരു വളർച്ച ഉണ്ടല്ലേ? വൈകാരികമായ ഒരു വളർച്ച. എന്താ വൈകാരികമായ വളർച്ച? ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് ഒരു ദുഃഖത്തോട് പ്രതികരിക്കുന്ന പോലെ അല്ല ഒരു അഡൽട്ട് ഒരു ദുഃഖത്തോട് പ്രതികരിക്കുന്നത്. ശരിയല്ലേ? ആണോ? ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഒരു ടോയ് പോകുമ്പോ ആ കുഞ്ഞ് കിടന്ന് കരയുന്ന പോലെയാണോ എന്റെ ഒരു സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കിടന്ന് കരയോ? വ്യത്യാസമുണ്ടല്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ ലക്നൌവിൽ നിന്ന് കാറിൽ കയറി നേപ്പാളിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു ചായക്കട കയറി നമ്മുടെ ദാബായിൽ കയറി ഇത്തിരി സപ്പർ കഴിച്ചു, തിരിച്ചു പോയി. ഞങ്ങളുടെ ഹോട്ടലിന് അടുത്തെത്താറായപ്പോഴാണ്, ഒരു 60 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്റെ ലാപ്ടോപ്പ് ബാഗും ടാബും ചാർജറും പേഴ്സും എല്ലാം കൂടെ ആ ആഹാരം കഴിച്ച ഹോട്ടലിൽ ഞാൻ ഇരുന്ന ടേബിളിന്റെ സൈഡിൽ ചാരി വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചത് പോയിക്കാം, ഉത്തർപ്രദേശല്ലേ, പോയിക്കാം. കാരണം മലയാളികൾ മാത്രമല്ല സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ. വെളിയിറങ്ങി എല്ലാം കള്ളന്മാരായിട്ട് നമ്മൾ വളരത്തില്ല, അങ്ങനല്ലേ? അപ്പൊ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു തിരിച്ചു പോവാം. പുള്ളി പറഞ്ഞു ഓക്കെ പോവാം. 120 കിലോമീറ്റർ തിരിച്ചു ഓടിക്കണം. പുള്ളി പറഞ്ഞു പോയി കാണും. ഞാൻ പറഞ്ഞു പോയി കാണും, പോട്ടെ. അല്ലെ കുഞ്ഞുങ്ങളാണ് എങ്ങനെ ചെയ്യണ്ടേ? എന്റെ ലാപ്ടോപ്പ് പോയേന്ന് പറഞ്ഞ് നിലവിളിക്കണ്ടേ? അപ്പൊ നമുക്ക് ഇമോഷണൽ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിനും കുഞ്ഞുങ്ങളെ പോലെ അല്ല, വളർന്നുകൊണ്ടിരിക്കും അല്ലെ? പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, സെൽഫ് പിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇമോഷണലി വളരാൻ പറ്റില്ല. ആ കുഞ്ഞുങ്ങളെ പോലെ തന്നെയായിരിക്കും നമ്മൾ ജീവിതകാലം മുഴുവൻ. സ്പിരിച്വലി നമ്മൾ എങ്ങനെ വീണ്ടും ജനിച്ചപ്പോ ഏത് സ്റ്റേജിലായിരുന്നു അതേ സ്റ്റേജിൽ തന്നെ മരിക്കും ഈ സെൽഫ് സിമ്പതി ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ. മനസ്സിലായി ഞാൻ പറഞ്ഞ? കാരണം അവരെപ്പോഴും പരാതി പറയുന്ന ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ സാധനം അവർ എടുത്ത് റിയാക്ട് സൈഡ് വെച്ചു. അവർ നിങ്ങൾ പോയപ്പോ ഉടനെ ഞങ്ങൾ എടുത്ത് മാറ്റി വെച്ചതാണ്, നിങ്ങൾ എത്ര നാള് കഴിഞ്ഞ് വന്നാലും ഇത് കിട്ടിയത്. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് ഇദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ യോഗി ആദിത്യനാഥ് വിശ്വാസികളെ അടിച്ചു നിരത്തുന്നു, അവിടെ മതപരിവർത്തനം നിരോധിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ് ക്രിസ്ത്യാനികൾക്ക്. പക്ഷെ അവർ ഇനി യോഗി ആദിത്യനാഥിനെ വോട്ട് ചെയ്യുള്ളൂ. അതിന്റെ കാര്യം ഉത്തർപ്രദേശിലെ ഗുണ്ടാസംഘങ്ങൾ വഴിയിൽ തടഞ്ഞുകൊണ്ടിരുന്ന ഗുണ്ടാസംഘങ്ങൾ എല്ലാത്തിനെയും അടിച്ച് നേരത്തെ തൂക്കി ചെയ്യുന്നത്. കുറഞ്ഞൊരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലെ അവിടെ തർക്കിച്ചു കഴിഞ്ഞാൽ അകത്ത് ഗൾഫ് പോലെയാണ്. നിമിഷ നേരം 2 മിനിറ്റുണ്ട് പോലീസ് വരും. കേരളത്തെക്കാൾ സെക്യൂർ ഏത് പാതിരാത്രി എവിടെ നടക്കാവുന്ന അവസ്ഥയിൽ അവർ എത്തിച്ചു. ഞാനത് സന്ദർഭവശാൽ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അവർ നോക്കുമ്പോൾ ഗുണ്ടാരാജിന്ന് രക്ഷിച്ച രക്ഷകനായിട്ടാണ് ആദിത്യനാഥിനെ കാണുന്നത്. നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ സഭയെ അടിച്ചമർത്തിയ ആളായിട്ട് കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണം, ദൈവത്തോടുള്ള നമ്മുടെ സംസാരം, കർത്താവിനോടുള്ള നമ്മുടെ ഭക്തി, ഇതിനെല്ലാം ഈ സെൽഫ് പിറ്റി ബാധിക്കും. കാരണം നമ്മൾ എപ്പോഴും കർത്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ പരാതിയായി നമ്മളെ തന്നെ നോക്കിയിട്ട് കുറച്ചും കൂടെ സുന്ദരനായിട്ട് എന്നെ സൃഷ്ടിക്കാൻ എന്താണെന്ന് ചിലപ്പോൾ നമ്മുടെ മൈൻഡ് വരും. സുന്ദരി ഞാൻ മനഃപൂർവ്വം പറയാതിരുന്ന സ്ത്രീകൾക്കാണ് കൂടുതൽ ഇതിന് ആൻസൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്, ഉറപ്പില്ല. ഏതാ അല്ല ഈ സൗന്ദര്യബോധം കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആരാ? ആയിരുന്നു. ഇപ്പൊ പുരുഷന്മാർ തുടങ്ങിയിട്ടുണ്ട്. പുരുഷന്മാർക്ക്
ഫെയർ ആൻഡ് ലവ്ലി അവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഫെയർ ആൻഡ് ഹാൻസം എന്ന് പറഞ്ഞ ഇവിടെ ഇറക്കി. കാരണം ഇപ്പൊ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ കൂടുതൽ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ സെൽഫ് വർത്തിന്റെ ഒരു പ്രോബ്ലമാണ്. ഞാൻ ഈ വേഷത്തിൽ വെളിയിലിറങ്ങിയാൽ പിന്നെ എന്നെ പോലെ ഒരു എക്സ്ട്രീമായിട്ട് ഷേവ് ചെയ്യാതെ ഇങ്ങനെ നടക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദർ ഇസ് എ ബാലൻസ്. ഒരു പരിധി കൂടുതലാകുന്നത് ഈ സെൽഫ് പിറ്റിയുടെ ഒരു പ്രോബ്ലമാണ്. നമ്മുടെ റിലേഷൻഷിപ്പിനെ എല്ലാം ബാധിക്കുന്ന സെൽഫ് പിറ്റിയാണ്. ഐ ഡിസേർവ് മോർ, ഐ ഡിസേർവ് മോർ, എനിക്ക് കൂടുതൽ അർഹതയുണ്ട്, നിങ്ങൾ എന്നെ ഇത്ര എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, ഈ സെൽഫ് പിറ്റി എന്നുള്ളൊരു കാര്യം, ദ വെയിറ്റ് ഓഫ് സെൽഫ് പിറ്റി. ഹീബ്രൂസ് 3:13 വായിക്കാമോ? ഹീബ്രൂസ് 3:13. പാപത്തിന്റെ ചതി എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഒരു കാര്യമാണിത്. അതായത് ഇപ്പൊ ഞാൻ ഒരാൾ എന്നെ തല്ലി, ഞാൻ തിരിച്ചു തല്ലിയില്ല, അപ്പൊ എനിക്ക് ഉണ്ടാകുന്ന എന്തോ, അയ്യോ എന്നെ അവൻ തല്ലി, ഞാൻ തല്ലു കൊണ്ടവൻ, അല്ലെ, ഞാൻ വിക്ടിമായില്ലേ പെട്ടെന്ന്. അപ്പൊ എന്റെ ഉള്ളിലേക്ക് എന്നെ വിക്ടിമായിട്ട് ചിന്തിപ്പിക്കുന്ന ആ ഒരു തോട്ടുണ്ടല്ലോ, അത് എന്നെ മുറുകെ പറ്റുന്ന ഒരു പാപമാണ്, അത് വിട്ടുപോകത്തില്ല. ഞാൻ ഒരുത്തനെ തല്ലിയ പാപമാണെങ്കിലോ, തല്ലിയ പാപമാണ്, അയ്യോ കർത്താവേ ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണേ, ഇനി ഞാൻ മേലെ തല്ലൂലേ, എന്നോട് ക്ഷമിക്കണേ, വിട്ടുപോയി. ഞാൻ തല്ലു കൊണ്ട ശേഷം ചെന്ന് ആലോചിക്കുമ്പോഴോ, അയ്യോ എന്നോട് ക്ഷമിക്കണേ, ഞാൻ തല്ലു കൊണ്ടേ, അങ്ങനെ പറയുമോ? ഇല്ല. അപ്പൊ ഞാൻ വിക്ടിമായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തോട് പാപി എന്നുള്ള രീതിയിലല്ല ഇടപെടുന്നത്. പിന്നെ എങ്ങനെ ഇടപെടുന്നത്? അയ്യോ ഈ പാവത്തെ നോക്കണേ എന്നുള്ള രീതിയിൽ, അല്ലെ? ശരിയല്ലേ? സമ്മതിച്ചോ? ആണോ? അയ്യോ ഈ പാവത്തെ നീ കണ്ടില്ലേ, എന്തുമാത്രം അടി കൊണ്ടു, അല്ലെ? സെൽഫ് പിറ്റി, അതിനെയാണ് സെൽഫ് പിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു മുറുകെ പറ്റുന്ന പാവം, ഇത് നമ്മൾ തൂത്താ പോകുന്നില്ല. മറ്റേ പാപം നമ്മൾ കൺഫ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് അറിയാം, അയ്യോ ഞാൻ പാപമാണ് ചെയ്തത്. പക്ഷെ ഇത് പാപം എന്നുള്ളതിന് പകരം മലയാളികൾ ഭയങ്കര മിടുക്കന്മാരാ. പാപം എന്നുള്ളതുപോലൊരു വാക്കാണ് പാവം. ഞാൻ പാപിയാണേ എന്നുള്ളതിന്റെ വേറൊരു ഫോമാണ് ഞാൻ പാവമാണേ. ഞാൻ പാവമാണേ എന്ന് പറയുന്ന മുഴുവൻ പാപികളാണ്. കാരണം അത് മുറുകെ പറ്റുന്ന പാവമാണ്. മുറുകെ പറ്റുന്ന പാവം എന്ന് പറയുന്നത് സെൽഫ് പിറ്റി ആണ്. അയ്യോ ഞാൻ പാവമാണേ എന്ന് എന്നോട് ചിന്തിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പം സഭയിൽ തന്നെ ഒരാളെ വിളിച്ച് ഡിസിപ്ലിൻ ചെയ്യുന്നു. ഓക്കെ, നീ ചെയ്ത് ശരിയല്ലെന്ന് പറയും. കുറെ കഴിയുമ്പോൾ അവൻ ആലോചിക്കും, ഇതേ തെറ്റ് ചെയ്ത വേറൊരുത്തരും എന്തുകൊണ്ടെങ്കിലും ഡിസിപ്ലിൻ ചെയ്യാൻ, എന്നോട് ഇവർക്ക് എന്തോ വൈരാഗ്യമുണ്ട്. ചിലപ്പോൾ അത് വിട്ടുപോയതായിരിക്കും, ചിലപ്പോൾ അത് വേറെ രീതിയിലായിരിക്കും ഇവൻ വ്യാഖ്യാനിച്ചേക്കുന്നത്. ഓരോ റിലേഷൻഷിപ്പിനകത്ത് ഇത് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇത് തോൽപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബൈബിളിൽ 100,000 പ്രോബ്ലം ഉണ്ടെങ്കിലും ഉത്തരം ഒന്നേ ഉണ്ട്. എന്തോ? എങ്ങനെ ഇതിനെ അതിജീവിക്കാം? ഓൺലി ബൈ ഫെയ്ത്ത്. എന്താ ഫെയ്ത്ത്? ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ വസിക്കുന്നു. ക്രിസ്തുവിന് അപമാനം ഒരു പ്രശ്നമല്ല. ക്രിസ്തുവിന് സെൽഫ് പിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ല. അങ്ങനെ ഒരാൾക്ക് മാത്രമേ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ പറ്റുമായിരുന്നു. When he was crucified, he did not complain. അവൻ അത് ഏറ്റെടുക്കുന്നത് അർഹതയില്ലാത്ത സ്ഥാനത്ത് എന്നെ നീ കൊല്ലുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല. അത് എന്നോടുള്ള സ്നേഹത്തിലാണ് ഇത് കർത്താവ് ഏറ്റെടുക്കുന്നത്. ഹി വാസ് കംഫർട്ടബിൾ. അതിന് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ എന്ത് ചെയ്തു? അവൻ അപമാനം അലക്ഷ്യമാക്കി കളഞ്ഞു. ഇത് സെൽഫ് പിറ്റി എന്ന് പറഞ്ഞൊരു സാധനം. അതാണ് ഈ നമ്മൾ സെൽഫ് അബാൻഡൻമെന്റ്. എന്റെ സ്വയത്തെ ഞാൻ വിട്ട് കളയണമെങ്കിൽ എനിക്ക് സെൽഫ് പിറ്റി ഒട്ടും ഉണ്ടാകരുത്. അപ്പൊ ദൈവം എന്തിനാ നമ്മുടെ കഷ്ടങ്ങളിലൂടെ വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ പിറ്റി കളഞ്ഞ് ഞാൻ റിയലൈസേഷനിൽ വരാനും എന്റെ സെൽഫിനെ ഞാൻ വിട്ടുകളയാനും വേണ്ടിയാണ്. അത് ഈ കഷ്ടത്തിലൂടെ അല്ലാതെ നമുക്ക് സാധിക്കില്ല. ഫെയ്ത്തിലൂടെ അല്ലാതെ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിൽ കരുതി വെച്ചോണ്ടിരിക്കും, അവൻ എന്നോട് അന്ന് അങ്ങനെ പെരുമാറി, ഇവൻ ഇങ്ങനെ പെരുമാറി, അത് ഞാൻ വിടമാട്ടെ, ഒന്നും ഞാൻ വിടത്തില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇതിനൊരു പകരം ചെയ്തിരിക്കും. റിട്രിബ്യൂഷൻ, സിൻ ഓഫ് റിട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ ഒരു സെൽഫ് പിറ്റിങ്ങിന്റെ അവസ്ഥയിൽ, ഇത് ഒരാളെ കുറിച്ചല്ല, ഇത് സകല മനുഷ്യരും രക്ഷപ്പെടേണ്ട ഒരു പാപത്തിന്റെ ട്രാപ്പാണ് അയ്യോ ഞാൻ പാവമാണേ എന്ന ട്രാപ്പ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇത് സാത്താന്റെ പണിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാത്താനാണ് നമ്മളെ ഗിൽറ്റിലോട്ടും ആ ഗിൽറ്റിന്റെ
ഒരു എക്സ്ട്രീം ഫോമിലേക്ക് നയിക്കുന്നത്. അതായത് നീ അബാൻഡൻഡ് ആണ്, നീ വർത്തിയല്ല, നീ കൊള്ളത്തില്ല എന്ന ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നത് സാത്താനാണ്. അപ്പൊ സെൽഫ് പിറ്റിയിങ്ങിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് സൈറ്റാനാണ്. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പാപത്തെ അതിജീവിക്കാൻ നമ്മൾ വിശ്വാസത്തിന്റെ നല്ല പോരാടുകയും ക്രിസ്തു എന്ന ഏകനിലേക്ക് അവൻ പാപികളുടെ ഇത്ര വലിയ ഉപദ്രവം സഹിച്ച കർത്താവിനെ നമ്മൾ ശ്രദ്ധയോടെ നോക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ഫെയ്ത്ത് എപ്പം നമ്മളെ ഫെയ്ത്തിൽ അല്ലാതെ നോക്കുന്നു, അപ്പോഴെല്ലാം ഈ ഈ സെൽഫ് പിറ്റി നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, മൈ അറ്റ്മോസ്റ്റ് ഫോർ ഹിസ് ഹൈയസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം, എന്താ അദ്ദേഹത്തിന്റെ പേര് മറവി ഭയങ്കരമായിട്ട്, ഓസ്വാൾഡ് ചേമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് എഴുതിയിരുന്ന ഒരു വാക്യത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് വേറൊരാൾ എഴുതുകയാണ്, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ കയ്യിലാണ്. എന്റെ ജീവിതമല്ല, എന്റെ ജീവിതത്തിന്റെ പർപ്പസ്, ഞാൻ എന്തിന് ജീവിക്കുന്നു എന്നുള്ളതിന്റെ പർപ്പസ്. ജീവിതം കയ്യിലാന്ന് ആർക്ക് വേണമെങ്കിലും പറയാം, അല്ലെ? എന്നാൽ എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ കയ്യിലാണെന്ന് പറഞ്ഞാലോ, ഞാൻ എങ്ങനെയായി തീരും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു കൺസേണും ഇല്ല. എന്റെ ജീവിതത്തിന്റെ പർപ്പസ് ദൈവത്തിന്റെ കയ്യിലാണ്. ലെറ്റ് ഹിം ഡിസൈഡ് വേർ ഐ ഷുഡ് എൻഡ് അപ്പ്. ഓക്കെ, ഹി ക്യാൻ ക്രഷ് മീ, അവൻ എന്നെ തകർക്കാം, പൊടിക്കാം. ഹി ക്യാൻ എക്സോൾട്ട് മീ, അവൻ എന്നെ ഉയർത്താം. അവൻ എന്ത് വേണമെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യം മാത്രം അവൻ എന്നോട് ചോദിക്കുന്നുള്ളൂ, അവനിൽ എനിക്കൊരു അബ്സല്യൂട്ട് ഫെയ്ത്ത് എപ്പോഴും ഉണ്ടായിരിക്കുക. ഒറ്റ കാര്യം മാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. ബിലീവ് ഇൻ ഗോഡ്. ഏത് സാഹചര്യത്തിലും ഗോഡ് ഈസ് ഡിമാൻഡിങ് ഓൺലി വൺ തിങ് ഫ്രം us, ഹാവ് അബ്സല്യൂട്ട് ഫെയ്ത്ത് ഇൻ ഹിം. ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും, ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും, ചിലപ്പോൾ നമ്മൾ അത്ഭുതങ്ങൾ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ആൾക്കാർ ചവിട്ടി മരിച്ചു പോകും, ചിലപ്പോൾ നമ്മൾ ഒന്നും ഈ ലോകത്ത് കിട്ടിയില്ലെന്ന് വരാം, ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോയെന്ന് വരാം. ഇൻ എവറിത്തിങ് പുട്ട് യുവർ അബ്സല്യൂട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്. അതാണ് ദൈവം നമ്മോട് പറയുന്നത്. ഓക്കെ, ഈ സെൽഫ് പിറ്റിയുടെ ചില ലക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞായിരുന്നു. അത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം. ഒരിക്കലും നമുക്ക് നമ്മളെ ചൊല്ലി ഒരു സോറി തോന്നരുത്. മനസ്സിലായ എന്തുവാ? ഒരിക്കലും നമുക്ക് നമ്മളെ ചൊല്ലി ഒരു സോറി തോന്നരുത്. ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം ദൈവമാണ് നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അയ്യോ ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ദൈവം എന്നെ നേരെ ചൊവ്വേ പണിയുന്നില്ലല്ലോ, അല്ലെ? അയ്യോ ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ എന്നൊന്ന് പറഞ്ഞു നോക്കി. അപ്പൊ ദൈവം എന്ത് ചെയ്തു? നമ്മളെ വേണ്ട പോലെ പണിതില്ല, വേണ്ട പോലൊന്നും ദൈവം ചെയ്തില്ല. അപ്പം ദൈവത്തിനെതിരെയുള്ള ഒരു പരാതിയായിട്ടാണ് എന്ത് വരുന്നത്? നമുക്ക് നമ്മളെ തന്നെയുള്ള സെൽഫ് പിറ്റി വരുന്നത്. ഓക്കെ, പിന്നെ ഈ സെൽഫ് പിറ്റി ഉള്ളവർ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ബോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ ടെൻഡ് ടു ബോസ്റ്റ് ഇൻ ദംസെൽവ്സ്. അവരുടെ കഴിവുകളിൽ അവര് ഇത്തിരി ബോസ്റ്റ് ചെയ്യും. എന്തിനാ ബോസ്റ്റ് ചെയ്യുന്നത്? ഒന്നും ഇല്ലാന്ന് ആൾക്കാര് ചിന്തിക്കരുത്, ഞാൻ അത്ര മോശമാണെന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് ഇത്തിരി കൂട്ടി പറയും. ഓക്കെ, പണ്ട് നിങ്ങളൊരു കഥ കേട്ടിട്ടില്ലേ? പണ്ട് ഒരാൾ നാഗാലാൻഡില് ഒരു കടുവ വെടിവെച്ച് ഒന്നും ഒരാൾ ഒന്ന് പറയുമ്പോൾ കൂട്ടുകാരനുണ്ട്. അപ്പൊ ഇവൻ പറയും, ഒരു 20 അടി നീളമുള്ള ഒരു കടുവയെ ഞാൻ വെടിവെച്ച് വന്നു. അപ്പൊ ഇയാൾ ഇങ്ങനെ എല്ലാം ഡബിൾ പല മടങ്ങേ പറയുള്ളൂ. അപ്പൊ ഒരു ദിവസം കൂട്ടുകാരൻ പറയും, നീ ഒത്തിരി കൂടുതലാണ് പറയുന്നത്, ആൾക്കാർ ഇപ്പൊ വിശ്വസിക്കാതെ ആയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒത്തിരി കൂടുതൽ പറയുകയാണെങ്കിൽ എന്റെ ഷർട്ടെ പിടിച്ചൊന്ന് വലിച്ചേക്കണം എന്ന് പറയും. അപ്പൊ ഇവൻ ആദ്യം പറയും, ഞാൻ നാഗാലാൻഡിൽ ചെന്നപ്പം അവിടെ ഒരു കടുവയെ കണ്ടു, 20 അടി നീളം എന്ന് പറഞ്ഞപ്പോ ഇവൻ പുറകെ ഷർട്ടെ പിടിച്ച് വലിച്ചു. അന്നേരം പറഞ്ഞൊരു 15 പിന്നെ വലിച്ചു കഴിഞ്ഞു. 10 എന്ന് പറഞ്ഞു, പിന്നെ വലിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനി നീ എത്ര വലിച്ചാലും പുറകോട്ട് ഒരെട്ടടിയും ഞാൻ അതിനെ കുറയ്ക്കില്ലെന്ന് പറഞ്ഞു. കാരണം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ആന്ന് തെളിയിച്ചില്ലെങ്കിൽ നമുക്കൊന്നും അല്ലാന്ന് തോന്നിപ്പോവാണ്. ഇതെല്ലാം സെൽഫ് പിറ്റി അല്ലേ? അതുകൊണ്ടാണ് ഈ സെൽഫ് എക്സോൾട്ട് ചെയ്യുന്നവരെല്ലാം മരണയോഗ്യരെന്ന് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. വി കനോട്ട് എക്സോൾട്ട് അവേഴ്സെൽസ്, വി കനോട്ട് ഗ്ലോറി ഇൻ അവേഴ്സെൽസ്. ഓക്കെ, നമ്മൾ
എന്തോ ചെയ്തു പോയി, നമ്മുടെ കർത്താവിന് വേണ്ടി എന്തോ അധ്വാനിച്ചുള്ള രീതിയിൽ നമ്മൾ നോക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മുടെ സെൽഫ് പിറ്റിയിൽ നിന്ന് വരുന്ന പാപങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ കർത്താവിന് വേണ്ടി കർത്താവ് നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ കൽപ്പന ഉള്ളതാണ്, നിങ്ങൾ തന്നെത്താൻ ത്യജിച്ച് നിങ്ങളുടെ ക്രൂശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മളെ കുറിച്ച് പിറ്റി തോന്നാനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ എന്തിനു വേണ്ടിയാണ്? അത് മരണത്തിനുള്ള ഉപകരണങ്ങളായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. വെൻ വി ഫീൽ പിറ്റിഫുൾ വി ഷുഡ് ഡൈ. നമ്മൾ ആ ക്രൂശിൽ, ആ പിറ്റി തോന്നിപ്പിക്കുന്ന ആ ക്രൂശിൽ നമ്മൾ മരിക്കുകയാണ് കേട്ടോ. ഐ ഡൈ, ഇറ്റ് ഇസ് നോ ലോങ്ങർ ഐ. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. എനിക്ക് ഈ പ്രസംഗം ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഇത് എന്നെ കുറിച്ച് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. കാരണം ഇത് യൂണിവേഴ്സൽ ഫെനോമെനാണ്. എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമാണ് ഇത്. ഓക്കെ, ഇപ്പൊ പ്രൈഡ് എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരം, ഞാൻ വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടി തിടുക്കം, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല അപ്പിയറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എന്റെ പരിശ്രമം, ഞാൻ ഭയങ്കര സ്നേഹിക്കുന്ന ആളാണ്, എനിക്ക് എല്ലാവരെയും സ്നേഹമാണ്, ഇങ്ങനെയുള്ള അഭിനയം, നമ്മൾ നമ്മുടേതല്ലാത്തൊരു ക്യാരക്ടർ എടുത്ത് ഫ്രണ്ടിൽ വെക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച്, സാക്രിഫൈസസിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ എത്ര നല്ലവരാണെന്ന് തെളിയിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം സെൽഫ് പിറ്റിയുടെ ഫലമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇന്ന് രക്ഷപ്പെടാൻ വിശ്വാസം എന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ജോൺ പൈപ്പർ എന്ന് പറഞ്ഞൊരു പ്രസംഗകനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജോൺ പൈപ്പറിനെ? ഇദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യൻ ഹെഡോണിസം. ഈ ക്രിസ്ത്യൻ ഹെഡോണിസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹെഡോണിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ ഹെഡോണിസം? ആർക്കെങ്കിലും പറയാം? എൻജോയിങ് ലൈഫാണ്. ഹെഡോണിസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ദിവസം കിട്ടിയാൽ എന്ത് ചെയ്യണം? ഒരു ദിവസം അവധി കിട്ടിയാൽ എന്ത് ചെയ്യണം? കുറെ നാൾ വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം അവധി കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല പോലെ നേരം വെളുക്കുമ്പോൾ ഉണ്ടാകുന്ന 5 മണി 6 മണിയുടെ സുഖനിദ്ര ഒന്ന് കിട്ടണം. അതൊരു സുഖനിദ്ര അല്ലേ? അത്രയും നല്ല നിദ്ര ഇല്ല. 5 മണി വരെ ഉറങ്ങാതിരുന്നാൽ 5 തൊട്ട് 7 8 മണി വരെ ഉറങ്ങുന്ന അതിന്റെ ഒരു സുഖം, അതിനുപയോഗിക്ക് അവധിക്കാലത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സുഖമാണ്. നല്ല ഹോട്ടലിൽ പോയി നല്ല ഫുഡ് കഴിക്കണം, വല്ലപ്പോഴും അവധി കിട്ടുന്നതല്ലേ, ശരിയല്ലേ? എന്നിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങണം. എങ്ങനെയുണ്ട് ആശയം? ഐഡിയ എങ്ങനെയുണ്ട്? ഓക്കെ, ഇത് എൻജോയ്മെന്റാ ചില ആൾക്കാർക്ക്. അല്ലെങ്കിൽ ടി വി കണ്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും, ഇതെല്ലാം എൻജോയ്മെന്റാ. ഈ ക്രിസ്ത്യൻ ഹെഡോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതല്ല സാധനം. അത് എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തു നമുക്ക് എൻജോയ്മെന്റ് ആയി മാറുക എന്നുള്ളതാണ്. ക്രിസ്തു നമുക്ക് എൻജോയ്മെന്റ് ആയി മാറുമ്പോഴാണ് നമ്മുടെ സെൽഫ് പിറ്റി പോകുന്നത്. ശരിക്കും ഈ സെൽഫ് പിറ്റിയുടെ റൂട്ടിനിട്ട് മുറിക്കുക എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴാണോ ക്രിസ്തുവിൽ നമ്മുടെ ആനന്ദം കണ്ടെത്തുന്നത്, വലിയ റിഡിക്യൂൾ, കർത്താവെ നിന്റെ ആനന്ദം, നിന്റെ കൂടെ ഞാൻ നിന്ദിക്കപ്പെടുന്നു, എന്നെ ആൾക്കാർ ഉപദ്രവിക്കുമ്പോൾ, എന്നെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ, എന്നെ അപമാനിക്കുമ്പോൾ ഞാനത് ക്രിസ്തുവിൻ്റെതായി എൻജോയ് ചെയ്യും. നിങ്ങൾക്കറിയാമോ, ഈ ശിഷ്യന്മാർ, ആദ്യകാല ശിഷ്യന്മാർ അടി കൊണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ തുള്ളിച്ചാടി ആനന്ദിച്ചു പോയി. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായത്തിലുണ്ട്. അവരെന്തുകൊണ്ടാ? കർത്താവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങളെയും ചേർത്തല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് തുള്ളിച്ചാടി പോയി. അതിന് ക്രിസ്ത്യൻ ഹെഡോണിസം എന്ന് പറയുന്നത്. നമ്മളായിരിക്കും എങ്ങനെ പറയുന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം വഴിയെ പോവുകയായിരുന്നു, 4 സുവിശേഷ വിരോധികൾ ഞങ്ങളെ തടഞ്ഞു നിർത്തി, ഞങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ അവർ വലിച്ചു കീറി, ഞങ്ങളുടെ പുറത്തടിച്ച പാട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു. ഇങ്ങനെ നമ്മുടെ, അത് പിറ്റിയല്ലേ? അത് പിറ്റിയാണോ? യു ആർ ഡ്രോയിങ് പിറ്റി. പക്ഷെ ഹെഡോണിസം എന്താ? ക്രിസ്ത്യൻ ഹെഡോണിസം എന്ന് പറയുന്നത്, അവിടെ പറയുന്ന കർത്താവെ നീ ആ നടുക്കുണ്ടായിരുന്നു, നിന്നെ എൻജോയ് ചെയ്യുമായിരുന്നു, നിന്റെ കഷ്ടാനുഭവങ്ങളിൽ ഞങ്ങളെയും കൂടെ ചേർത്തതിനായിട്ട് സ്തോത്രം. അതൊരു ആനന്ദമായിട്ട് അനുഭവിക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ഈ സെൽഫ് പിറ്റി പോകുള്ളൂ. നമുക്കുണ്ടാകുന്ന എതിർപ്പുകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, അതെല്ലാം വേണമെങ്കിൽ നമുക്ക് പാപ മനസ്സിനെ അതിനെ സെൽഫ് പിറ്റി ആയിട്ടും, ഓക്കെ, ക്രിസ്തുവിലുള്ള മനസ്സിന് അതിനെ ക്രിസ്തുവിന്റെ എൻജോയ്മെന്റ് ആയിട്ട് മാറ്റാം. ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്റെ ഭർത്താവ് എല്ലാ ദിവസവും എന്റെ പുറത്തിട്ട് വന്ന് ഇടിക്കും. ഓക്കെ, കർത്താവിന്റെ നിന്നയുടെ ഒരു ഭാഗമായിട്ട് എടുത്ത് ആ ഭർത്താവിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്തൊരു എൻജോയ്മെന്റ് ആയി നോക്കി. ഓരോ ഇടിയും ഒരു എൻജോയ്മെന്റ്. അപ്പൊ നിങ്ങൾ പറയാ എന്തൊരു മനോഹരമായ നടക്കാത്ത കാര്യം. പക്ഷെ അങ്ങനെയല്ല. ഫോർ ക്രൈസ്റ്റ് എവറിത്തിങ് ഈസ് പോസിബിൾ. അവനെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. നമ്മൾ ക്രിസ്തു എന്ന സങ്കല്പത്തിലേക്കല്ല, ക്രിസ്തു എന്ന രാജാവിലേക്കാണ് ചെല്ലുന്നത്.
So there is nothing impossible for him. നമ്മൾ നിന്ദിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് it can become an enjoyment in Christ. നമ്മൾ അവഗണിക്കപ്പെടുന്ന സ്ഥലത്ത് അത് ക്രിസ്തുവിലുള്ള ഒരു എൻജോയ്മെന്റ് ആയിട്ട് മാറുക. അതല്ലാതെ നമുക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ ഈ ക്രിസ്ത്യൻ ഹെഡോണിസം എന്ന് പറയുന്ന ഒരു ആശയം എന്താ ഈ ഇദ്ദേഹം പറയുമ്പോൾ അത് എനിക്ക് അന്ന് ഇത് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അത് അനുഭവിക്കുമ്പോഴാണ് എല്ലാത്തിലും ക്രിസ്തുവിനെ കാണാൻ നമുക്ക് പറ്റുമ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും. ഓക്കെ, ഇപ്പൊ ഞാൻ 12:30 ഇപ്പൊ ഞാൻ നിർത്തേണ്ടതാണ്. ഞാൻ അരമണിക്കൂറായിട്ടും കൂടെ നിർത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് അതിന് നടുവിലും ക്രിസ്തുവിനെ കാണാൻ പറ്റണം. ആ കഷ്ടതയുടെ നടുവിലും കർത്താവുണ്ട് എന്ന് കാണാൻ പറ്റണം. എല്ലാ സാഹചര്യങ്ങളിലും when we start enjoying the Lord, there is no more self-pity. ശരിയല്ലേ? ശരിയാണോ? അതുകൊണ്ടാണ് ക്രൈസ്റ്റ് ഈസ് ദ വേ എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ വേ. നമുക്ക് എവിടെ രക്ഷപ്പെടാനും ക്രൈസ്റ്റ് അല്ലാതെ വേറെ വഴിയില്ല. 100,000 പ്രോബ്ലം നമുക്കുണ്ട്. ഈ സൈക്കോളജിയിൽ അങ്ങനെയാണ്. സൈക്കോളജിയിൽ ഒരാളുടെ പ്രോബ്ലം നാർസിസിസം ആണെങ്കിൽ വേറെ ആളുടെ പ്രോബ്ലം എന്താ പറയുന്നത് OCD, ഇങ്ങനെ പല പല കേസുകളുണ്ട്. ഓരോരുത്തർ ഓരോ ചിലർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കും, പലതരത്തിലുള്ള കോംപ്ലക്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ അനലൈസ് വരുമ്പോൾ പലതവണ 100,000 കാര്യങ്ങളുണ്ടെങ്കിൽ സൊല്യൂഷൻ ആകെ ഒന്നേ ഉണ്ട്, ക്രൈസ്റ്റ്. ഒറ്റ സൊല്യൂഷൻ ഉണ്ട്. എൻജോയ് ദ ലോർഡ്. ജിജി ബ്രദർ വായിച്ച പോലെ റിജോയ്സ് ഇൻ ദ ലോർഡ്, ഫൈൻഡ് ദ ജോയ് ഇൻ ദ ലോർഡ്. ആ ക്രിസ്തുവിൽ ആനന്ദം കണ്ടെത്തും. ഒരാൾ ഇരിക്കുമ്പോൾ ചീത്ത പറയുമ്പോൾ വഴക്ക് പറയുമ്പോൾ ക്രിസ്തുവിലുള്ള ആനന്ദം കണ്ടെത്തും. ഞാൻ സ്നാനം 1 മിനിറ്റ് കൊണ്ട് നിർത്തി കിടന്നുണ്ട്. നേരത്തെ ഒരു അരമണിക്കൂർ പ്രതീക്ഷയില്ല, പിൻവലിച്ചിരിക്കുന്നു. ഒറ്റ കഥകളെ പറയും. ഞാൻ സ്നാനപ്പെടാൻ നേരത്തെ ഒരു ബുധനാഴ്ച എന്റെ അപ്പനോട് അമ്മയോടും പറയാണ് ഞാൻ ഈ ശനിയാഴ്ച സ്നാനപ്പെടാൻ പോകണം. അപ്പൊ എന്റെ ചിന്ത അനുസരിച്ച് അവരെന്നെ പുറത്താക്കണം. എനിക്ക് അങ്ങനെ എന്താ ഒരു സഫർ ചെയ്ത ഒരാളായിട്ട് ഒരു വെളിയിൽ വരണം. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബ്രദറിനെ പോലെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ ചെന്ന് ശനിയാഴ്ച സ്നാനപ്പെടാൻ പോകുന്ന പറഞ്ഞപ്പം എന്റെ അപ്പം പറഞ്ഞു നീ നന്നായോ? ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല. എന്നാ സ്നാനപ്പെട്ടോ എന്ന് പറഞ്ഞു. ഒരു കഷ്ടതയില്ല. ശനിയാഴ്ച രാവിലെ അപ്പനും അമ്മയുടെ വണ്ടി പിടിച്ച് എനിക്ക് സ്നാനപ്പെടും വിടാനുള്ള 2ാമത്തെ ഡ്രസ്സുമായിട്ട് ഇതാ വന്നിരിക്കും. കഷ്ടമില്ല. അപ്പൊ കഷ്ടം ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി സിമ്പതി. ഓ കർത്താവിന് വേണ്ടി എന്തുമാത്രം കഷ്ടം. ബ്രദറിനെ വീട്ടിൽ കയറ്റിയിട്ടില്ല. അപ്പൊ ഈ ബ്രദർ എന്താ പറയുന്നറിയോ? ആർക്ക് വേണം വീട്? കാരണം അന്നമ്മ മാമൻ എന്ന് പറഞ്ഞ സ്ത്രീ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പം അവരെഴുതിയ പാട്ടില്ലേ ഏതാ എന്താ പൂർവ്വപിതാക്കളാം അപ്പോസ്തലന്മാർ ദൂരവേ ദർശിക്കുക, ക്രൂശിയെ നോക്കി യാത്ര ചെയ്യും, ലോകമാ ഗംഭീരമായി. അത് വീടിന് വെളി ഇറക്കി വിട്ട് രാത്രി റോഡിൽ എങ്ങാണ്ട് ഒരു മരത്തിന് ചോട്ടി കിടന്ന് പാടിയെന്ന് പറയും. അതൊരു ഹെഡോണിസം, അതൊരു എൻജോയ്മെന്റ്. എൻജോയിങ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് നടുവിൽ. അപ്പൊ ഞാൻ ആലോചിക്കുക, രണ്ടുപേരിനെ ചീത്ത പറയാറുണ്ടെങ്കിൽ നാളെ സാക്ഷ്യം പറയുമ്പോൾ ഒരു സാക്ഷ്യം പറയുന്ന സമയം സ്നാനപ്പെടാൻ ചെന്നപ്പോൾ എന്റെ വീട്ടുകാരെന്നെ ഓടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല അയ്യോ പാവം. അതാണ് ഇൻവോക്കിംഗ് സിമ്പതി ത്രൂ ടെസ്റ്റിമണീസ്, വിറ്റ്നസിങ്. അതല്ല, വി ഹാവ് ആൻ എൻജോയ്മെന്റ് ഇൻ ക്രൈസ്റ്റ് ഇൻ എവറിഥിങ്. വി ഹാവ് ആൻ എൻജോയ്മെന്റ്. എഗ്രി വിത്ത് മീ? യോജിക്കുന്നുണ്ടോ? പറഞ്ഞ കറക്റ്റ് ആണോ? അപ്പൊ ആ ഒരു എൻജോയ്മെന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് രക്ഷപ്പെട്ടു. വി ആർ ഹാപ്പി, വി റിജോയ്സ്. ബിക്കോസ് മറ്റൊരാൾ നന്നാകാതെ തന്നെ എനിക്ക് നന്നാകാം, മറ്റൊരാൾ നന്നാകാതെ തന്നെ എനിക്ക് ആനന്ദം കണ്ടെത്താം, മറ്റൊരാൾ നന്നാകാതെ തന്നെ ക്രിസ്തുവിന്റെ സന്തോഷം അനുഭവിക്കാം. ഓക്കെ, ഇൻ എവറിഥിങ് ക്രൈസ്റ്റ് ഈസ് അവർ ലോർഡ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന രക്ഷയ്ക്കായി, അങ്ങേ തന്നെ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ദൈവം പലപ്പോഴും ഞങ്ങളെ തന്നെ നോക്കി, ഞങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി, ആ സാഹചര്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും കരയുകയും ബഹളമിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് കർത്താവേ. എന്നാൽ അങ്ങേ മാത്രം നോക്കുമ്പോൾ ഇതിന് നടുവിലാണ് അങ്ങ് ഞങ്ങൾക്ക് അങ്ങേ തന്നെ വെളിപ്പെടുത്തി തന്നത്. അങ്ങ് ആരാ ഞങ്ങൾ മനസ്സിലാക്കിയതിന്റെ നടുവിലാണ് കർത്താവേ. അങ്ങയുടെ അത്ഭുതകരമായ ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. ഇന്ന് കൂടി വന്ന എല്ലാവരെയും കർത്താവ് ഇന്ന് വരാൻ കഴിയാതെ പോയ സഹോദരങ്ങൾ എല്ലാവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.